അലമാരി നിറച്ചുണ്ടായിരുന്നു. അത് മൊത്തം അവൻ കളിച്ച് കളഞ്ഞു. നിന്റെ തോളത്ത് കയറല്ലേ കിടക്കുന്ന? ഈ ചെറിയ കാറൊക്കെ റിമോട്ടിലോടുന്നാണ്. ഇത് റിമോട്ടിലോടും ഈ കാർ. ഈ കാറ് ജെയിംസ് ബോണ്ടിന് പോലുമില്ല. അതെന്താ? ഈ കാർ എന്റെ അടുത്തിരിക്കുകയല്ലേ. ഇതിനകത്ത് ബാറ്ററി ഇടും. മൊബൈലിലാണ് ഇതിന്റെ റിമോട്ട് കൺട്രോൾ. ഈ വണ്ടിയിൽ പല അഭ്യാസ മുറകൾക്കുള്ള സെറ്റപ്പ് ഉണ്ട്. വളരെ അത്യാവശ്യ സമയത്ത് മാത്രമേ അത് പ്രയോഗിക്കാവൂ. വെക്കാൻ സ്ഥലമില്ലാത്തോണ്ട് ഞാൻ നിരത്തി വെച്ചിരിക്കുന്നുള്ളൂ. ഒരു ട്രെയിൻ കണ്ടില്ല, ഒറിജിനൽ റിയൽ ട്രെയിൻ പോലെ ഒരു സാധനം. അപ്പൊ അത് കണ്ടപ്പോ ഒന്ന് വാങ്ങണം എന്ന് വിചാരിച്ചു. അങ്ങനെ ട്രെയിൻ വന്നു കഴിഞ്ഞപ്പോ പിന്നെ പതുക്കെ ഇങ്ങനെ തപ്പി വന്നപ്പോ ഹെലികോപ്റ്റർ കണ്ടു. എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള ഒരു ഹെലികോപ്റ്റർ വീടിന് മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഓടിക്കാൻ ഒരു പൈലറ്റും. ഹെലികോപ്റ്റർ അത് ഒരു അമേരിക്കൻ സാധനമാണ്. ഇത് ഭയങ്കര നല്ല ശരിക്കും ഒറിജിനൽ ഹെലികോപ്റ്റർ പോകുന്ന പോലെ പോകും ഈ സാധനം. ആ ഹെലികോപ്റ്റർ ആരോടിക്കും? പിന്നെ രാത്രി വന്നു കഴിഞ്ഞ ശേഷം റൂമിലിരുന്ന് കുറച്ചു നേരം ഒന്ന് കളിക്കാം. അപ്പൊ ഈ ഹെലികോപ്റ്റർക്ക് വെളിയിൽ കൊണ്ടുപോയാലേ പറത്താനോ. ഈ ഹിറ്റാച്ചി ഉണ്ട്. ഹിറ്റാച്ചി ഒക്കെ ലണ്ടനിൽ നിന്ന് എന്റെ മകന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. അമ്മ നമുക്ക് കൊണ്ട് തന്നു. കാരണം 7 കിലോ ഉണ്ട്. ഇത് ഒരു ഹിറ്റാച്ചി എങ്ങനെ പ്രവർത്തിക്കും അതുപോലെ പ്രവർത്തിക്കും. മെറ്റലാണിത്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 സെലക്ട് ചെയ്ത് റൂമിൽ കൊണ്ടുപോയി. രാത്രി വന്നതിന് ശേഷം കുറച്ചു നേരം ടി വിയെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതും കൂടെ ഇങ്ങനെ കളിക്കും. ഇത് വെളിയിൽ കൊണ്ടുപോകും. ഭയങ്കര സ്പീഡാണ്. ഇത് ജമ്പീതൊക്കെ പോകും. ഗ്രൗണ്ടിലെങ്ങാനും കൊണ്ടുപോയിട്ട് കളിക്കാം. ഇവിടെ താഴെ സ്കൂൾ ഗ്രൗണ്ടിൽ ഉണ്ട്. അവിടെ കൊണ്ടുപോയി ഓടിക്കും. ഭയങ്കര പവറാണ്. അതിന് പ്രത്യേക ബാറ്ററിയും പ്രത്യേക ചാർജറും ഒക്കെ ആണ്. നിറച്ച് ബാറ്ററി വാങ്ങിച്ചു വെച്ചിരിക്കാം. ഇവിടെ പോയാലും റീചാർജുകൾ ബാറ്ററി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ കംപ്ലീറ്റ് സെറ്റപ്പ് ഉണ്ട്. ചാർജറുകൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ കാണാത്തൊരു സാധനമാണ്. ഇന്തോനേഷ്യയിൽ നിന്ന് എനിക്ക് ബിജുവിന്റെ വൈഫ് വാങ്ങി വെച്ചത്. അങ്ങനെ ഞാൻ ചിത്രം വന്നില്ലെങ്കിൽ അതിന് ദേഷ്യ. ഇവിടെ വന്നില്ല എന്ന് പറഞ്ഞ വെപ്രാളോ. റീഡേഴ്സ് ഡൈജസ്റ്റ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. വായിക്കുന്നൊക്കെ വായിക്കും. മായാവിയുടെ ഒരു കാര്യം ഞങ്ങളാരും ഇതുവരെ മനസ്സിലാക്കി ഗണേഷ് കുമാർ അല്ല ശരിക്കും. പലർക്കും നമ്മളെ അറിയത്തില്ല. നിനക്കറിയില്ല നിന്റെ മാമിനെ. ഞാൻ ഇപ്പോഴും മനസ്സുകൊണ്ട് കൊച്ചുകുട്ടിയായിട്ടാ ജീവിക്കുന്നത്. അയ്യടാ ഇതാ കുട്ടി.